വെൽക്കം ടു സിസ്റ്റേഴ്സ് ചാറ്റേഴ്സ്. അപ്പോൾ ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ്. ഞാൻ തന്നെ അറിയണ്ടായിരുന്നില്ല ഇങ്ങനൊരു വ്ളോഗ് ഇന്ന് എടുക്കേണ്ടി വരും എന്നുള്ളത്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, February 14th. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കപ്പിൾസ് ആയാലും ലവേഴ്സ് ആയാലും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു സർപ്രൈസ് കിട്ടി. അപ്പം ഇന്ന് രാവിലെ എന്നോട് ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോവാം, വെള്ളത്തിൽ ഇറങ്ങേണ്ട സ്ഥലമായിരിക്കും, അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റാനുള്ളതൊന്ന് കൈ പിടിച്ചോളൂ, ബാക്കിയെല്ലാം സർപ്രൈസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്താണ് ഈ വ്ളോഗിന്റെ കണ്ടന്റ് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പെട്ടെന്നായതുകൊണ്ട് ഭയങ്കര ഹർബറി ആയിരുന്നു. എന്തൊക്കെ എടുക്കേണ്ടത് എന്നൊന്നും ഒരു ഐഡിയ എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ വാരി വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ സർപ്രൈസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ബുള്ളറ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഏത് സ്ഥലമാണ് എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഫുൾ തോട്ട്സ് അതായിരുന്നു കേട്ടോ. അങ്ങനെ ഫേമസ് ആയ പാലിക്കര ടോൾ പ്ലാസയിൽ എത്തി നമ്മൾ. ഒരുപാട് ട്രാഫിക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഇപ്പോഴും അവിടെ നല്ല ട്രാഫിക് തന്നെയാണ്. എസ്പെഷ്യലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ഈ ഒരു ഭാഗത്തുള്ള റോഡ് പൊതുവേ നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്രയും മുമ്പേ ഏതാ സ്ഥലം ഒന്നും എനിക്കറിയില്ല, എന്തായാലും അവിടെ എത്രയും മുമ്പ് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പേരാമ്പ്ര ഫുഡ് പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, ദം ബിരിയാണി, അതേപോലെ കടായി ബിരിയാണി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബിരിയാണി അത്ര തിരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ, പക്ഷെ ജ്യൂസ് വളരെ നല്ല ജ്യൂസായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ എവിടേക്കാണ് പോണത് എന്നുള്ളത്. പിന്നെ ഈ ബോർഡും കൂടി കണ്ടപ്പോൾ ഉറപ്പായി അതിരപ്പള്ളി വാഴച്ചാൽ ആ ഭാഗത്തേക്കാണ് പോണത് എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്, ഡ്രീം വേൾഡ് അമ്യൂസ്മെന്റ് പാർക്കാണ്. ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ചുറ്റും മരങ്ങളായിട്ടുള്ള കുറേ റോഡ് കൂടെ ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അധികം ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് തന്നെ പറയാം. അപ്പോഴാണ് പെട്ടെന്ന് അതിരപ്പള്ളി പോണ വഴി പെട്ടെന്നൊരു ടേൺ എടുത്തത്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ അവിടുന്ന് കുറച്ചിങ്ങനെ പോകുന്നുണ്ട്, അതും ഒരു ഫോറസ്റ്റ് ഏരിയ പോലൊക്കെ തന്നെയാണ്. അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. ദ ആങ്കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ ഒരു സ്റ്റേ ആയിരുന്നു എനിക്ക് വേണ്ടി വെച്ചിരുന്ന സർപ്രൈസ്. ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, അതേപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഐഡിയ. മീൻസ് സ്റ്റേ ചെയ്യുന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റൂമിലെത്തിയപ്പോഴോ അവിടെ നിന്നുള്ള വ്യൂ, അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ ഒരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു റൂമുമായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂവും നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു വ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ റൂമിൽ വന്നു, കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്താ വീണ്ടും എവിടേക്കോ പോവുകയാണ്. ഏതൊരു സൈഡ് വ്യൂ കാണാൻ വേണ്ടി പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. അങ്ങനെ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു.
ചുറ്റും മരങ്ങളൊക്കെ ഉള്ള റോട്ടിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഇപ്പോഴത്തെയും ജേണി. വെയിലുണ്ടെങ്കിലും ആ മരങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ചൂട് തീരെ എടുത്തിരുന്നില്ല, നമുക്ക് ഒരു പുഴുക്കം ഫീൽ ചെയ്തിരുന്നില്ല. പിന്നെ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് പനകളാണ്. അത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു കൂടി നിൽക്കുന്നത് കാണാൻ. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, സിൽവർ സ്റ്റോം ആണ്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതാണ് കേട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആതിരപ്പള്ളിയിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയില്ല. അങ്ങനെ ഞങ്ങൾ വാഴച്ചാലെത്തി. ഇവിടെയും ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ. ഇതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം ഇത്തിരി കുറവാണ്. വെള്ളം ഇത്തിരി കൂടി ഇടിച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ ഈ കാണുന്ന പാറക്കെട്ടിലൂടെയൊക്കെ വെള്ളം ഒരുപാട് ഒഴുകാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് അവിടെ ഡ്രൈ ആയിട്ടാണുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, ഒരു സൈഡ് മൊത്തം കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിരപ്പള്ളിയിലേക്കുള്ള തിരക്കാണ് കേട്ടോ. ഇത് നമ്മൾ തിരിച്ചു വരുന്ന വഴി വ്യൂ പോയിന്റിൽ നിന്ന് എടുത്ത ക്ലിപ്പാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ക്ലിപ്പാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ തുമ്പൂർമുഴി റിവർ ഗാർഡനിൽ നമ്മളെത്തി. ഇവിടെയും ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം. ഇവിടെ തൂക്കുപാലം ഉണ്ട്. അപ്പോൾ ആ തൂക്കുപാലം ലക്ഷ്യത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിലെത്തി. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ ഇതിന്റെ മുകളിൽ കൂടെ നടക്കാൻ. എനിക്കിതിപ്പോൾ പൊട്ടിച്ചാടുമോ അല്ലെങ്കിൽ തിരിഞ്ഞു വീഴുമോ അങ്ങനെയൊക്കെ തോന്നും. അതെന്താണെന്നറിയില്ല, എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പക്ഷെ രണ്ട് സൈഡിലൊരു വ്യൂ നല്ലതായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഈ പേടിനൊക്കെ മാറ്റി. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഈ ഏരിയ. പേടിയുണ്ടെങ്കിലും സക്സസ്ഫുള്ളായിട്ട് തൂക്കുപാലം നടന്ന് തിരിച്ചെത്തി. ഇനി നേരെ നമ്മൾ റിസോർട്ടിലേക്ക് പോയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ നമ്മൾ ഇറങ്ങിയത് ബാക്ക് വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ്.
നമ്മുടെ റിസോർട്ടിൽ നിന്ന് തന്നെ അവിടേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഏരിയ ഉണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ വ്യൂ നമുക്ക് ജസ്റ്റ് വാക്കിലൂടെ ഒന്നും പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റില്ല. അത്രയും നല്ല ഒരു രസമുള്ള വ്യൂ ആണ്. അവിടെ ഈവനിങ്ങിൽ ആൾക്കാർ കുറച്ച് അധികം ഉണ്ട്, പക്ഷെ മോർണിംഗിൽ അവിടെ ആരും ഉണ്ടാവില്ല. മോർണിംഗിൽ എടുത്ത ഷോർട്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരും. നേരത്തെ നമ്മളിതാ കാണിച്ചു തന്നില്ലേ ബാൽക്കണി എന്നുള്ള വ്യൂ, അതേ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി 6:30 സമയമായി. അപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഇവിടേക്കുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റും. അതേപോലെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. അങ്ങനെ സൺസെറ്റ് ആയി തുടങ്ങി. ഇപ്പൊ നോക്കൂ, ഈ ആകാശം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അപ്പൊ വെള്ളത്തിൽ നിന്നൊക്കെ പോന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു റെഡി ആയിട്ടൊന്ന് ഇരിക്കാൻ, ചിലപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാവും. അപ്പൊ ഞാൻ കാഴ്ചകളൊക്കെ കാണാം. ബാർബിക്യൂ ആയിരുന്നു ഡിന്നർ. അതിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ പാക്യാർഡിൽ നമ്മളിപ്പോൾ നേരത്തെ പോയിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ആ വെള്ളത്തിൻ്റെ ഒക്കെ ഇടയിൽ പാറക്കെട്ടിൽ ഇരുന്നിട്ടായിരുന്നു നമ്മൾ കഴിച്ചത് ഡിന്നർ. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതിപ്പോൾ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന്. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. നല്ല ഭംഗിയില്ലേ ഈ വ്യൂ കാണാൻ. രാവിലെ ആകുമ്പോൾ പ്രത്യേകിച്ച് ചെറുതായിട്ട് മഞ്ഞ് പോലെയൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഇത്രയും നല്ല വ്യൂ കണ്ടിട്ട് ഒരു കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ. അങ്ങനെ ഞങ്ങൾ ടീ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബ്ലാക്ക് ടീ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ ഇത്ര എൻജോയ് ചെയ്ത് കുടിച്ചിട്ടുള്ളത്. ആ ഒരു തണുപ്പും ആ ഒരു വ്യൂ ഒക്കെ കൂടി നമുക്കൊരു പ്രത്യേക ഫീല് നൽകിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാ കാഴ്ചകളും കണ്ടല്ലോ. പാതിരപ്പള്ളിയിലേക്കുള്ള ജേണി നമ്മുടെ അവിടെ തീരുകയാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഇവിടുത്തെ പൊതുവെ ആംബിയൻസ് ആയാലും അതേപോലെ അവരുടെ കസ്റ്റമർ സർവീസൊക്കെ നമുക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ സ്റ്റേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിരപ്പള്ളി വന്നിട്ട് നിൽക്കാനും പറ്റും. അതുപോലെ അടിപൊളി ആംബിയൻസും നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ വീഡിയോയിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഡാസ്ലിംഗ്. ബൈ.